ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേച്ചിമാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീനിയേഴ്സിനെ അറിയാമല്ലോ, ശീതൾ മറിയക്കത്തെ ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ശീതൾ മറിയത്തിനെ. സോ അപ്പോൾ അവരുടെ ഗ്രാജുവേഷനാണ് ഗൈസ് വരുന്നത്. സോ ഞാൻ കുറച്ച് പൂവൊക്കെ ഉണ്ടാക്കുകയാണ്. നമ്മൾ കുറച്ച് ഇതുപോലെ നല്ല നല്ല ക്യൂട്ട് സാധനങ്ങൾ, ഒരു ബൊക്കെ പോലെ. ഇത് സിംഗിളാണ് കേട്ടോ. 8 പേരുണ്ട്. 8 പേർക്കും കൂടി ഇത്രയും വലിയ സാധനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഒന്നാമത് ടൈമില്ല അതിൻ്റെ ഇടയ്ക്ക്. ഞാനപ്പോൾ ഇതേ വെച്ച് ഓരോ സിംഗിൾ പൂ വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഇതേപോലെ പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സംഭവം ഇതുണ്ടോ, ഫുള്ളിങ്ങനെ നിരത്തി ഞാൻ വെച്ചേക്കാണ്. 8 എണ്ണം ഇവിടെയുണ്ട്. സോ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് ഇത്രയും ക്യൂട്ട് പൂവ് ഞാൻ വേറൊരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഗൈസ്. ഇത് കുറച്ച് റെഡ് റോസസ് വെച്ചിട്ടാണ്. ഇത് ഞാൻ ആക്ച്വലി ഇതൊരു വേറൊരു കാര്യത്തിന് ഉണ്ടാക്കിയതാണ്. റെഡ് വാലന്റൈന് കൊടുക്കാനൊന്നുമല്ല. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ബട്ട് ആക്ച്വലി ഇപ്പം എന്തായാലും ഇതേപോലൊരു ബൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ ടൈമില്ല. സോ അത് നമുക്ക് മാറ്റി വെച്ചു. അപ്പം ഇത് നമുക്ക് തൽക്കാലം നമുക്ക് ശീതൾ മരത്തിനുള്ള ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഞാൻ ഇനിയും നമ്മളുടെ റാപ്പിംഗ് പേപ്പറിനകത്തൊക്കെ പൊതിയ ഒരു ബൊക്കെ കണക്കിനാക്കും. സോ ഇത് നിങ്ങൾ നോക്കി വെച്ചാൽ ഈ സാധനം ഇത് എങ്ങനെയാവും എന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഭയങ്കര ത്രില്ഡാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ അറിയുന്നത്. സിംഗിൾ പൂവിൻ്റെ നല്ല ഭംഗിയാണ്. എനിക്ക് വീഡിയോ കയറി എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പൂ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേപോലെ 2 ടൈപ്പ് പൂവുണ്ട് കേട്ടോ. ഇതൊന്ന് സിംഗിളാണ്, സൈഡൊന്നും പിരിച്ചിട്ടില്ല ഞാൻ. പക്ഷേ ഇത് ഞാൻ സൈഡ് പിരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇല ഉണ്ടാക്കുമായിരുന്നു. ഇല ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഇത് ഓർത്തത്. ആക്ച്വലി ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് കിട്ടുന്ന ടൈമിനൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ സമയത്താണ് ഓർത്തത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയെന്നുള്ളത്. എന്തായാലും ഇതേപോലെ ഇങ്ങനെ ഇതെല്ലാം പൈപ്പിംഗ് ക്ലീനേഴ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പം ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ കുറച്ച് ലെങ്തി വൈസ് വരാൻ വേണ്ടി, കാരണം ബൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് താഴെ റാപ്പിംഗ് പേപ്പർ ഇരിക്കണം. അപ്പോൾ കുറച്ച് ലെങ്തായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ മടക്കി കൊടുക്കുന്നുണ്ട്, കാരണം അത്രയും ലെങ്ത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാൻ വലിയ പെർഫെക്ഷൻ ആവണില്ല. ആക്ച്വലി ഈ സ്റ്റെമ്മിന് നമുക്കൊരു ഗ്രീൻ കളർ പേപ്പർ വേണം, പക്ഷെ എനിക്കതില്ല. അത് ഞങ്ങളുടെ ഇവിടെയൊക്കെ നോക്കി കിട്ടിയില്ല. ഓൺലൈൻ വഴി നോക്കാൻ ഞാൻ നോക്കി, പക്ഷെ അത് എത്തില്ല, ടൈമില്ല ഇനി. അതാണ് വിഷയം. അതുകൊണ്ട് ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 2-3 ഇലകളും കൂടെ ആക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പൂ ഇതേപോലെ വരും. എന്നിട്ട് 2 ഇലകൾ അപ്പുറവും ഇപ്പുറമായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ഇനി എനിക്ക് പൂവിൻ്റെ സ്റ്റെം ഒന്ന് കവർ ചെയ്യാനുണ്ട്. അതും കൂടെ ഒന്ന് കവർ ചെയ്യട്ടെ ഞാൻ. ഇത് ഞാൻ 2 ലീഫേ കൊടുക്കണുള്ളൂ. ഇനി എനിക്ക് പണിയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കുവാണ്. ഇത് ജസ്റ്റ് ഈ ഒരു പൈപ്പിൻ്റെ വെച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഗൈസ്, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇനി ഇത് നമുക്കൊരു കുഞ്ഞൊരു ബൊക്കെ പോലെ ആക്കാനുണ്ട്. നമ്മൾ ഏകദേശം എല്ലാം കൂടെ തീർത്തു. ഇനി ഈ ഒറ്റൊരെണ്ണം കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് തീർക്കാം. ഒരു സർപ്രൈസ് ആകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ പ്രതീക്ഷ നടത്തില്ല. സർപ്രൈസ് ആവുമായിരിക്കല്ലേ. എന്തായിരുന്നു ഈ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ലീഫാണ് നമുക്ക് വരുന്നത്. സോ അതും കൂടെ ആഡ് ചെയ്യട്ടെ.
ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തണം, ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കല്ലേ. നമുക്ക് ഇതിങ്ങനെ ആക്കണം. പൂ പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് ടിൽറ്റ് ചെയ്യണം. ഇങ്ങനെ ഓക്കെ, എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വേണ്ട വരും. ഇങ്ങനൊരു ബുക്കൊന്നും കിട്ടില്ല, ഞാൻ എന്ത് ചെയ്യാനല്ലേ. ബാക്കി നമുക്ക് പൂവുണ്ടാക്കാനുണ്ട്. ഇത്ര ഞാൻ ഇപ്പം എടുത്തു വെക്കാം. ഇനി നമുക്കുള്ളത് ഇതെല്ലാം ഇങ്ങനെ ബൊക്കെ കെട്ടണം. ഇനി ഏത് ദിവസം? ഇന്ന് ചൊവ്വയാണ് ഗൈസ്. അകപ്പാടെ 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ബൊക്കെ കെട്ടിയാലോ അല്ലേ? ബൊക്കെ കെട്ടാം, അല്ല നല്ല ഗൈസ്. നമ്മൾ പൂ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പേപ്പറാണ് യൂസ് ചെയ്യണം കേട്ടോ. ഈ പേപ്പർ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 10 രൂപയ്ക്ക് എന്തോ ഷീറ്റ് കിട്ടി നമുക്ക്. അതിന് 10 രൂപയ്ക്ക് ഞാൻ പേപ്പർ വാങ്ങിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പം ഞാൻ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ചുളുങ്ങി കിട്ടും. നമ്മളപ്പം ബാക്കി കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ എൻ്റെ ബാക്കി ഇത്രയും സാധനം നമ്മൾ 8 ഫ്രെയിം ഉണ്ട് കേട്ടോ. 8 ഫ്രെയിം നമ്മൾ പൊതിയാൻ വേണ്ടി പോകണം. ആക്ച്വലി 8 എണ്ണം വേണ്ട, നമുക്ക് 7 എണ്ണം മതി. ഓക്കെ, ഒരെണ്ണം എനിക്കുള്ളതാണ്. സോ നമുക്കിത് പൊതിയാം. നമ്മൾ ഈ പേപ്പർ വെച്ചിട്ടാണ്, ഒരു ഇടിവെട്ട് പേപ്പറാണ് ഗൈസ്. കൊള്ളാം, പക്ഷെ ഇത് തികയോന്നുള്ളതാണ് 7 എണ്ണത്തിന്. വി ക്യാൻ സീ, നമുക്ക് കാണാം എങ്ങനെ ഇരിക്കുന്നു. പൊതിയാം. നിങ്ങളെ ഫ്രെയിം കാണിച്ചില്ലല്ലോ. ഫ്രെയിമിൽ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് എൻ്റെ കുറച്ച് കലാവിരുദ്ധമുണ്ട്, അതായത് മെയിൻ ചെയ്യണ്ട. നല്ല രസമാണ് ഗൈസ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഇതാണ് നമ്മുടെ ഫോട്ടോ. താങ്ക് യു ഫോർ ബീങ് ദെയർ വിത്ത് ലവ് ലിസ വർഗീസ് എന്നാണ് എഴുതിയേക്കണത്. കൊള്ളാം, എനിക്കത് ഇഷ്ടമായി. അവര് പോട്ടെ, അവരിങ്ങനെ ജോലിക്ക് വേണ്ടി കയറാൻ വേണ്ടി പോകണം. എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ട് 3 മാസമാണ് കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും. പിന്നെ നമ്മൾ 6 മേടിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിത് ഇനി നമുക്ക് ഈ പേപ്പറിനകത്ത് സെറ്റ് ചെയ്യണം. പേപ്പർ ഇത് ചെറുതായിട്ടൊന്ന് ചുളിങ്ങി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതെങ്ങനെ മടക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഐ തിങ്ക് നമുക്കിത് ഇങ്ങനെ 2ആക്കി മടക്കാം, എന്നിട്ട് കീറാം. കാരണം നമുക്ക് പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. വെച്ച് മടക്കി നോക്കട്ടെ ശരിയാവും. ഒരു പേപ്പർ, ഫോട്ടോ, സിമ്പിൾ. ഇതിങ്ങനെ നമുക്ക് വെക്കാം. ഇനി ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് തരാം. ഇതേപോലെ ടേപ്പ്, ഇതൊരു ജനലാണ് ഗൈസ്. അതിൻ്റെ സൈഡിലെല്ലാം ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അപ്പം അതിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മളിതിങ്ങനെ ഇളക്കിയെടുക്കുന്നത്. അപ്പം അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പെർഫെക്ഷനായിട്ടാണ് ഞാൻ ഇത് ശ്രമിക്കുന്നത്. സൈഡൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ കുറച്ച് നമ്മൾ ചണ്ടം പുണ്ടം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അകത്തോട്ട് ഫോൾഡ് ചെയ്തു. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ മടക്കുന്നുണ്ട്. ലാസ്റ്റ് എന്തുമാകുമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, സോ അക്ക തുടയ്ക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്. അപ്പം പുള്ളിക്കാരെ ക്ലീനിങ്ങിൽ നിൽക്കുന്നു. ഓക്കെ, അയ്യോ കർത്താവേ.
എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ അവസാനിക്കും. ഇത് കുറച്ച് പണിപ്പെട്ട പരിപാടിയാണേലും തീർത്തിരിക്കും ഞാൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം വൃത്തിയും മനയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ. നമ്മളിത് എന്താ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞു പീസ് ഞാൻ കട്ട് ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ റോൾ ചെയ്തിട്ട് ഇത് ഒട്ടിക്കും. അപ്പോൾ ഇതൊരു ട്യൂബ് പോലെ വരും. ആ ട്യൂബാണ് നമ്മൾ വെക്കണത്. ഇതാകുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ നമ്മളതിങ്ങനെ ഒട്ടിച്ചു. ഉണ്ടോ, അത്യാവശ്യം നീറ്റാണ്. ഇതേപോലെ നമുക്കിനി 8 എണ്ണം ചെയ്തിട്ട് വരാം. 8 എണ്ണം ഇതെന്ന് തീരും തബ്രാൻ അറിയാം. ഇനി ഒരു 2 എണ്ണം കൂടെ ഉള്ളൂ. ഗോപുരം ഇങ്ങനെ ആക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കും. ഓക്കെ, എന്തെങ്കിലും കുറച്ച് സ്പീഡിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഒരു ടേപ്പും കൂടെ വേണമല്ലോ. ടേപ്പില്ല, തീർന്നു. എടുത്തിട്ട് നമ്മൾ നമ്മുടെ 7 ഫോട്ടോ ഫ്രെയിംസ് പൊതിഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടി, ഇതിനകത്ത് വലിയ ഡെക്കറേഷൻസ് വേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഇനി നമുക്ക് അടുത്ത ബൊക്കയുടെ പരിപാടി ചെയ്യാൻ കഴിച്ചത്. എനിക്ക് റാപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ വേണ്ട ബൊക്ക ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പം എനിക്ക് ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായി. ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും ഭംഗിയായിട്ടൊക്കെ വരുമെന്ന്. കൊള്ളാം ഗൈസ്. നമ്മൾ വർക്കിലാണ്. ഇപ്പം എത്ര മണിയായിക്കാണ്? ഒരു മണിയായിക്കാണ്. നമ്മുടെ പൂവെല്ലാം നെടുപിടി ഇങ്ങനെ പുഷ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിനാണ് ഗൈസ്, അവൾ വന്നിട്ടുണ്ട്. അവൾ ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഞാൻ വലിയ ബൊക്ക സെറ്റ് ചെയ്തു. പക്ഷേ ഈ കുഞ്ഞു ബൊക്ക എനിക്കിനി എന്തായാലും രാത്രി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞു ബൊക്ക ആയതുകൊണ്ട് ഇത് വലിയ പേപ്പറാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ നല്ല പാടുപെട്ടു. അപ്പം അവളും ഞാനും കൊളാബ് ചെയ്തിട്ട് അവളെ ഐഡിയയും എൻ്റെ ഐഡിയയും കൂടെ കാണിച്ചിട്ട് എന്തൊക്കെയൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏകദേശം ഒരു ബൊക്ക നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇപ്പം കൂടെ വന്നേ ഉള്ളൂ. 12:45 വന്നു. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കിരിക്കുക. എന്തായാലും അത് സെറ്റായി കഴിഞ്ഞാൽ എല്ലാം ബാക്കി പെട്ടെന്ന് തീർക്കാം നമുക്ക്. അത് ഫസ്റ്റ് നമുക്ക് ടേപ്പ് ഇട്ട് ചുറ്റണം, എന്നിട്ട് അടുത്ത ചുറ്റണം. നല്ല പരിപാടിയാണ് ഗൈസ്, കാരണം നമുക്കൊരു ഔട്ട്കം കണ്ടു കഴിയുമ്പോൾ നല്ല സന്തോഷമാണ്. ഇത് കണ്ടോ, എന്തൊക്കെയൊക്കെ കൊഴിഞ്ഞു വരുന്നു. ഓരോരോ പൂ ഞാൻ എല്ലാം വിടർത്തി നന്നായിട്ട് വേണ്ട മറ്റേ ചെവി വെക്കണ പൂ. ഇതാണ് നമ്മുടെ ലില്ലിപ്പൂവാണ് കേട്ടോ. കാണിച്ചേ, ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇത് കണ്ടോ, അവളത് അങ്ങനെ ഉണ്ടാക്കി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വലിയ ബൊക്കയിലെ ഒരു മിനിയേച്ചർ വേർഷൻ കട്ട് ചെയ്ത് കൊട്ടിച്ചിട്ട് വരാം ഗൈസ്. ഇതാ ഇതാണ് നമ്മുടെ മിനി ബൊക്ക. പക്ഷേ ഇത് നല്ല രസമുണ്ട്, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. മടക്കി വെച്ചേക്കണ വലുതിൻ്റെ തന്നെ സാധനമാണ്. ബാക്കിയെല്ലാം അതേപോലെ പണിതിട്ട് വരട്ടെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഷീറ്റാണ്. ഇത് നമ്മൾ സ്ക്വയറായിട്ട് മടക്കും. ഇതേപോലെ മടക്കി നമ്മൾ 4ആയിട്ട് ഇതേപോലെ 4ആയിട്ട് നമ്മൾ മുറിക്കും. കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലത്തെ ഓരോരോ പീസ് കിട്ടും. ഒരു പീസ് എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിലെടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നടുക്കൂടെ കട്ട് ചെയ്തെടുക്കും. അത് വേണ്ടതെന്ന് വെച്ച് ഇതുപോലെ വരും. ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ വരും നമ്മൾക്ക്. ഇത് കണ്ടോ, ഇത് നമ്മളെ വലിയ സ്ക്വയർ പീസ് അല്ലേ. ഇത് നമ്മൾ കുറച്ച് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ കുറച്ച് മൂല ഗോൾഡ് ഇങ്ങനെ കയറി നിൽക്കണ പോലെ ചെയ്യണം. അത് ഇപ്പുറവും നമ്മൾ ഇതുപോലെ ചെയ്യണം. എന്നിട്ട് ഈ ബാലൻസ് ആണെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറ്റി ഇത് ഇങ്ങനെ എടുത്തിട്ട് ഒരു കുമ്പിൾ പോലെ എന്ന് വേണം പറയാം. ഇവിടെ ഒരു വി വരണം. ഇത് ടേപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വേണ്ടി ഇതേപോലെ, അകത്തുനിന്ന് നോക്കുമ്പോൾ വി ആയി. ഇനി നമ്മൾ ഒരു പൂ എടുക്കുക, നടുക്ക് വെക്കുക, ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ടേപ്പ് ചെയ്തൊട്ടിക്കണം. മനസ്സിലായോ? വരുന്നതാക്കി ടേപ്പ് ചെയ്തിട്ടെ.
നമ്മൾ ഇത് ഇതാണ്ട് അയ്യോ മടക്കിയത് കാണിച്ചിട്ടില്ലേ, ട്രയാങ്കിൾ നമ്മൾ ഇതാണ്ട് ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എല്ലാം അകത്തോട്ട് വരുന്ന പോലെ അത് ഗോൾഡ് ഇതേപോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ അകത്തോട്ട് മടക്കി, ഇത് നമ്മൾ പുറത്തോട്ട് മടക്കി, വീണ്ടും നമ്മൾ അകത്തോട്ട് മടക്കി. ഇതൊരു വിഷറി പോലെയാവും. ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിൽ തന്നെ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വരും ഗൈസ്. അത് ക്യൂട്ടായിട്ടില്ലേ? ഇതെനിക്ക് കണ്ടിട്ട് മറ്റേ സ്ട്രേഞ്ചർ തിങ്സിനകത്ത് ഈ ഡെമോഗോർഗൻസിൻ്റെ തലയിൽ ഇങ്ങനൊരു സാധനമില്ലേ, അങ്ങനെ തല പിരിഞ്ഞു വരുന്നുണ്ട്, അതുപോലെയുണ്ട്. ടാറ്റ ഗൈസ്. ഇനി ബാക്കിയെല്ലാം കൂടെ ഒന്ന് ചെയ്യട്ടെ. ഇത് ഇത്രയും കിടക്കുകയാണ്. ഇതിനകത്ത് രണ്ടെണ്ണം നമ്മളിപ്പോൾ ചെയ്ത് ബാക്കി കിടക്കുന്നു. അഞ്ചെണ്ണം. ഗൈസ് സമയം 2:31. നമ്മുടെ ബൊക്കെല്ലാം നമ്മൾ പണി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുകയാണ്. മീനൊക്കെ വിൽക്കാൻ ഇട്ടേക്കാണ്, ഓരോ ചാകരയായിട്ടേക്കാണ്. അപ്പോൾ ഇനി പോയി നമുക്ക് കിടന്നുറങ്ങണം. വേണ്ടേ അവിടെ ഉടുപ്പുണ്ട്. നല്ല ക്ഷീണിച്ച് വയ്യ, വയ്യ. ഇത് നമ്മുടെ പിരിയൻ പൂവ്, പിന്നെ സിംഗിൾ അല്ലാണ്ടൊരു പൂവുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത് മാത്രമേ ഞാൻ ഒറ്റൊരെണ്ണേ ഉണ്ടാക്കിയുള്ളൂ. അത് ആർക്ക് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ടാറ്റ, ഗുഡ് നൈറ്റ്. ഓ ഇത്രയും ബൊക്കെയുണ്ട് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം കൂടെ ചുമന്ന് കിട്ടി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സർപ്രൈസിന് വേണ്ടിയിട്ടെല്ലാം സെറ്റാണ് കേട്ടോ. എല്ലാം ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്തായാലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇന്നലെ രാത്രി ഭയങ്കര ലേറ്റായിട്ടാണ് ഞാൻ കിടന്നത്. ഞാൻ എൻ്റെ ഓവറോൾ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ലുക്ക് വന്നിട്ട്. അപ്പം ആർക്കറിയാം, ഞാൻ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇരുളും, നന്നായിട്ട് ഇരുളും. അതാണ് നിങ്ങളുടെ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അപ്പം ശരി ഗൈസ്, ഹോപ്പ് ദേ ലൈക്ക് സർപ്രൈസ് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം ബാക്കി അടുത്ത വീഡിയോ കാണാം ഗൈസ്. അവരെ കാണുന്നതും അവരെല്ലാവരും ഞാൻ കാണിച്ചു തരാം. അവർ സർപ്രൈസ് ആവുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ശീതമരത്തിന് സർപ്രൈസ് ഒക്കെ കൊടുക്കും. നിങ്ങൾ വളരെ ശ്രമിക്കണം ഗൈസ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അതുമല്ല വീഡിയോ ഒന്നും എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. പക്ഷേ എടുത്ത വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ശീതൽമറയും വന്നു, ശീതൽമരത്തിന് ബൊക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും ബൊക്കെ കൊടുത്തു, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ ലാസ്റ്റാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കരയത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കുറച്ച് നന്നായിട്ട് കരഞ്ഞു. കുറച്ച് നേരെ കരഞ്ഞുള്ളൂ ഗൈസ്. അത്ര വലുതായിട്ടൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരും ആശ്വസിപ്പിച്ചു. എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാജുവേഷൻ അവരാരും വരുത്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പോട്ടെ, എന്തായാലും അങ്ങനെ എല്ലാവരും ഹാപ്പി. പക്ഷേ അതിനെ പറ്റി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തോട്ട് ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് കട്ടാക്കേണ്ടി വന്നു. സാരിക്കില്ല ഗൈസ്, എനിക്ക് ഇതെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. എനിക്ക് ബൊക്ക് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി നടന്നാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്രയും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.